ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൻ്റെ ഒരു പോപ്പുലേഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ് പ്രശ്നം ചർച്ച ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. നമ്മളെ ഗോവ എന്ന സംസ്ഥാനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ 2 ജില്ലകളേ ഉള്ളൂ. അത് കൂടുതൽ ജില്ലകളാക്കി മാറ്റുകയാണ് ഉടനെ. ഇപ്പോൾ നോർത്ത് ഗോവയും സൗത്ത് ഗോവയും പോലെയുള്ള 2 ജില്ലകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോർത്ത് ഗോവയിൽ ചെന്നാൽ ഒരു പാർട്ടി വൈബാണ്. അപ്പം നമ്മുടെ ഒരു സാറിന് ബസ്സിൽ ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്താലും നമ്മൾ നല്ല പാട്ടുകൾ, അടിപൊളി പാട്ടുകൾ എല്ലാവരും കേൾക്കും. നമ്മൾ അതുപോലെ ചില്ലായിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിലെ ഒരു പ്രദേശത്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മൾ മലയാളികൾ ഇവിടെ പോപ്പുലേഷൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വന്യജീവികൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കാരണം നമ്മൾ റബ്ബർ തോട്ടങ്ങളായിട്ട് വെറുതെ സ്ഥലം ഇട്ടേക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ സ്ഥലം ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല സ്ഥലം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഗോവയുടെ ഒരു 10 മടങ്ങ് വലുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഗോവ ഒരു ചെറിയ സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ നമ്മളെ ഇപ്പം നിങ്ങളൊരു 5 വർഷത്തേക്ക് നിങ്ങളുടെ പേര് മൈക്കിൾ ഡിസൂസ എന്നാണെങ്കിൽ നിങ്ങളൊരു 5 വർഷത്തേക്ക് നിങ്ങൾ UK പോയി താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു മൈക്കിൾ ഡിസൂസ എന്നൊരു അപരൻ അവിടെ വന്ന് ഒരുപക്ഷെ താമസമാക്കി നിങ്ങളുടെ പേരിൽ ആ ഭൂമി തട്ടിയെടുത്തേക്കാം. കാരണം അത്രയും ഡിമാൻഡാണ് അവിടെ ഭൂമിക്കും. അതുപോലെ തന്നെ അവിടെ അത്രയും വികസനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ നമുക്ക് ഗോവയിലെ പോലെ ഒരു സ്ഥിതി കൊണ്ടുവരണം. കാരണം ഇവിടെ ഭൂമിയുടെ തട്ടിയെടുക്കുന്നത് അത് വേറെ വിഷയം, അത് അവിടെ വിട്ടേരും. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വേറെ ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ മലയാളികൾ മാത്രം പോരാ, ഇവിടെ എത്ര കണക്കിന് ലക്ഷക്കണക്കിന് വീടുകൾ അടച്ചിട്ടേക്കുവാണ് പല ജില്ലകളും കേരളത്തിൽ. കാസർഗോഡ് എന്ന് പറഞ്ഞ ജില്ലയ്ക്ക് വികസനം എന്ന് പറയുന്ന ഒരു സംഭവം അറിഞ്ഞിട്ട് ഏറ്റവും അവഗണന നേരിടുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. അപ്പോൾ നമ്മൾ മലയാളികൾ മാത്രം ഇവിടെ പൈസ ചെലവഴിച്ചാൽ മതിയോ? ഇപ്പോൾ നമ്മൾക്ക് അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നുണ്ട്, അവർ പൈസ ചെലവഴിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അതിഥി തൊഴിലാളികൾക്ക് ശുചിത്വം പോരാ, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ അവരെക്കാട്ടിലും സ്റ്റാറ്റസ് കൂട്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കും. അത്രയും മനോഹരമാണ് കേരളം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിഥി തൊഴിലാളികൾ ഇവിടെ പൈസ ചെലവഴിക്കുന്നില്ലേ? 10 പൈസ നമ്മുടെ കടക്കാരെ കച്ചവടത്തിലൂടെ അവർക്ക് പച്ചക്കറി വിറ്റും അവരുടെ സോപ്പ് വിറ്റും അവർക്ക് ചായ കൊടുത്തു, അങ്ങനെ പല കാര്യങ്ങളിലും അവർ ആരി മേടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവർ പൈസ ചെലവഴിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളെ ആദ്യം ഇങ്ങോട്ട് ആകർഷിക്കുക. അതിനാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ. അത് LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത് ബില്ലൊക്കെ പാസ്സാക്കി. ഇപ്പം ഇവരും ചെറിയ മോഡിഫിക്കേഷനോടുകൂടി ആ ബില്ല് അപ്രൂവ് ചെയ്ത് അത് കൂടുതൽ സ്വകാര്യ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഇവിടെ വരും. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ വരുമ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ വരും. വിദ്യാർത്ഥികൾ ഏറ്റവും കുറഞ്ഞ 1 വർഷം 2 വർഷത്തേക്കാണ് ഇവിടെ വരുന്നത്. യൂത്ത് എക്സ്ചേഞ്ച് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു സെമസ്റ്റർ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയി പഠിക്കും, ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കും. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള കോഴ്സുകൾ കേരളത്തിൽ പഠിപ്പിക്കുമ്പോൾ
അവരിവിടെ വന്ന് താമസമാക്കുകയാണ്. അവരുടെ ഒരു പൈസ അവർ ചിലവഴിക്കുന്നു, വിദ്യാർത്ഥികൾ പൈസ ചിലവഴിക്കുന്നു. അപ്പോൾ അതിലൂടെയും നമ്മുടെ സംസ്ഥാനത്തുള്ള ബിസിനസ്സുകാർക്ക്, ബിസിനസ്സുകാർക്ക് ചെറുകിട വ്യാപാരികൾക്ക് ഒക്കെ പൈസ നമ്മുടെ വീടുകളിലോട്ട്, മലയാളികളുടെ കയ്യിലോട്ട് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം പുഷ്ടിപ്പെടും. നമ്മൾ ടാക്സ് കിട്ടി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾക്കിവിടെ പൈസ, സംസ്ഥാനം നല്ല രീതിയിൽ ഇവിടെ വളർന്നു വരും. പിന്നെ ഒന്ന് വേണ്ടത് സ്പോർട്സ് ടൂറിസമാണ്. സ്പോർട്സ് ടൂറിസം ഇപ്പോൾ ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ റാങ്ക് എത്രയാണ്? വളരെ കുറവാണ്, 73ാമത്തെ റാങ്കേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? അപ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത്രയും ജനങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ എല്ലാം പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ നമ്മുടെ ജനങ്ങളിലാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു 5 ടീമിനെ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വിട്ടാലും നമ്മൾ ചിലപ്പോൾ 5 ടീമും അല്ലെങ്കിൽ 4 ടീമും സെമി ഫൈനൽ കളിക്കും. അപ്പോൾ അത്രയും മികച്ച കളിക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ക്രിക്കറ്റിലെ ഒരു പ്രാഗൽഭ്യം മറ്റ് കായിക ഇനങ്ങളിലും കൂടെ കൊണ്ടുവന്ന് ഒളിമ്പിക്സിലൊക്കെ 1ാം സമ്മാനം നമ്മൾ നേടണം. നമ്മളെ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ ടാപ്പ് ചെയ്യണം. അപ്പം അതുപോലെ തന്നെ ബേസ്ബോൾ, റഗ്ബി, ടെന്നീസ്, ഗോൾഫ്, റേസ് കോഴ്സ്, ഈ മഹാലക്ഷ്മി റേസ് കോഴ്സാണ് ബോംബെ. അപ്പോൾ അതുപോലെയൊക്കെയുള്ള റേസ് കോഴ്സ് ഇവിടെ എല്ലാം വേണം. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുവാണ്. റബ്ബർ തോട്ടങ്ങളിൽ കാട് പിടിച്ച് അന്യഗ്രഹജീവികളും അങ്ങനത്തെ ജീവികളൊക്കെയാണ് ഇവിടെയുള്ളൂ, വൈൽഡ് ആനിമൽസ്. അപ്പോൾ അങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മുടെ ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ, അത് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉപയോഗിക്കാതെ കിടക്കുന്ന അതൊക്കെ സർക്കാർ ഏറ്റെടുക്കുക. അപ്പോൾ അതിൽ ഒക്കെ പുതിയ നഗരം പണിയുക. അപ്പോൾ മലയാളികൾ മാത്രമല്ല ഇവിടെ വരേണ്ടത്, നമുക്ക് കോസ്മോപൊളിറ്റൻ കേരളം സൃഷ്ടിച്ചെടുക്കണം. കോസ്മോപൊളിറ്റൻ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്ന് താമസമാകണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ ആൾക്കാർ വന്ന് സ്ഥിരമായിട്ട് താമസമാക്കണം. സ്ഥിരമായിട്ട് താമസമാക്കുമ്പോഴത്തേക്കും അവരിവിടെ പൈസ ചിലവഴിക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ പൈസ ചിലവഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അവരുടെ എല്ലാം പൈസ ലാഭമായിട്ട് നമ്മുടെ മലയാളികളുടെ വീടുകളിലോട്ട് വരികയാണ്. നമ്മളിവിടെ കച്ചവടക്കാരായിട്ട് നിന്നാൽ മതി, നമ്മൾ ചെറിയൊരു കട തുടങ്ങിയാൽ മതി, അവിടെ വിജയം വരും. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ അതിഥി തൊഴിലാളികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ള കോസ്മോപൊളിറ്റൻ കേരളത്തിലുള്ളത്. പക്ഷേ ഭാവിയിൽ സ്വകാര്യ സർവകലാശാല ക്യാമ്പസുകൾ, അത് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മാത്രം പോരാ, തൃശ്ശൂരും മാത്രം പോരാ, നമ്മളെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരണം. അങ്ങനെ ഒരു പുതിയ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് പുതിയ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഒരു സ്ഥലം തന്നെ വികസിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് കോളേജുകൾ പൂട്ടിപ്പോകുന്നതാണ്. കാരണം അവിടെ ശരിക്കും പഠിക്കാൻ ആൾക്കാരില്ല. ട്രെൻഡിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കോഴ്സുകൾ, ബെർക്ക്ലി കോളേജ് ഓഫ് മ്യൂസിക് ഉൾപ്പെടെയുള്ള നല്ല കോഴ്സുകൾ, അപ്പം ഇവിടെ പഠിപ്പിക്കുക. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും സർക്കാർ കൊടുക്കുക. ഇവിടെ നമുക്ക് വേണ്ട കോസ്മോപൊളിറ്റൻ കേരളമാണ്. കോസ്മോപൊളിറ്റൻ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തു നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നു. അവരിവിടെ വന്ന് പൈസ ചിലവഴിക്കുന്നു. സാധാരണ കച്ചവടക്കാരൻ്റെ കയ്യിൽ, സാധാരണ വ്യാപാരികളുടെ കയ്യിൽ
അവരുടെ വീട്ടിൽ പൈസ ഇല്ലെന്ന്. സാറിന് എല്ലാ മലയാളികളുടെയും വീട്ടിൽ പൈസ ചെല്ലുന്നു. കാരണം നമ്മളൊരു നല്ല ആതിഥേയത്വ മര്യാദയുള്ള ഒരു ഓണ്ടർപ്രണർ ആകുക. വൈകിട്ടൊരു ചായക്കട ഇട്ടാൽ പൈസ വരും. അങ്ങനെ ഒരു രീതിയിൽ ചെറിയൊരു സംരംഭം തുടങ്ങിയാൽ പോലും ഈ മറ്റുള്ള ആൾക്കാർ കോസ്മോപൊളിറ്റൻ കേരളയിലൂടെ പിന്നെ ആൾക്കാരെ ഇവിടെ വന്ന് താമസമാക്കട്ടെ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് താമസമാക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു പുഷ്ടിപ്പെടുന്ന ലാഭം ഉള്ള പൈസ ഉള്ള സാമ്പത്തികമുള്ള എല്ലാ മലയാളികളിലും ധനവാന്മാരാവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായവും ആശംസയും. അതുകൊണ്ട് വേണ്ടി രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് സ്പോർട്സ് ടൂറിസം, ഒന്ന് സ്വകാര്യ സർവകലാശാല. ഇത് രണ്ടും ഏകദേശം സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കി പുതിയ ക്യാമ്പസുകൾ ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ വരണം. അപ്പോൾ പല രാജ്യങ്ങളിലും അവിടെ ചെന്നെത്തിയിട്ടുള്ള മൈഗ്രൻസ് അവരാണ് ആ രാജ്യം ബിൽഡ് ചെയ്തേക്കുന്നത്. അവരാണ് ആ രാജ്യം. അമേരിക്കയിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയത്. ദുബായിലും അതുപോലെ. അപ്പം ദുബായിൽ ഏറ്റവും കൂടുതൽ UAE-യിലും മറ്റ് ഗൾഫ് നാടുകളിലും മലയാളികൾ അവരുടെ ആ രാജ്യങ്ങളുടെ വികസനത്തിൽ വഹിച്ച വികസനത്തിൻ്റെ പങ്ക് വളരെ മികച്ചതാണ്. അപ്പോൾ അതുപോലെ മറ്റുള്ള ആൾക്കാരും ഇവിടെ വരട്ടെ. മലയാളികൾ പോയവർ തിരിച്ചു വരട്ടെ. അവർക്കും നല്ല രീതിയിൽ സംരംഭം തുടങ്ങാനായിട്ട് ഒത്തിരി കോടികളുടെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയ കടയിട്ടാൽ പോലും വിജയിക്കുന്ന കാര്യത്തിൽ കുലുമാളും ഒക്കെ വരും. പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു കടയിട്ടാൽ പോലും വികസനം, ജീവിത വിജയം ഉണ്ടാവുന്ന ഒരു നാട് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സർക്കാർ പോളിസിയിൽ വ്യത്യാസം വരുത്തും എന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ഹ്യൂമൻ പൊട്ടൻഷ്യലിനെ നമ്മൾ ഉപയോഗിക്കാം. സ്പോർട്സിന് ഒന്നാമതെത്തണം. നമ്മുടെ സ്വകാര്യ സർവകലാശാല എഡ്യൂക്കേഷൻ ടൂറിസത്തിൽ ഒന്നാമതെത്തണം. കേരളം ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ട് മാറണം. ഇവിടെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കട്ടെ. അവരിവിടെ പൈസ ചിലവഴിക്കട്ടെ. അതിൻ്റെ പൈസ നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബങ്ങളിലും ഏതെങ്കിലും വ്യാപാരം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വന്നെത്തുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ബൈ ഫ്രണ്ട്സ്. സീ യു.